വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT UG 24 അപേക്ഷിക്കുന്ന സമയത്ത് പല ആളുകൾക്കുള്ള കൺഫ്യൂഷനാണ്, എവിടെയൊക്കെയാണ് സെൻറ്റർ ഉണ്ടാവുക, സെൻറ്റർ നമ്മൾ തന്നെയാണോ തീരുമാനിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള സെൻറ്ററിൽ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ NT ആണോ തീരുമാനിക്കുന്നത് എന്നുള്ളത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 4 സെൻറ്റർ വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വിവിധ സ്റ്റേറ്റുകളിലും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങൾ ഇറസ്പെക്റ്റീവ്, നിങ്ങൾ എവിടെയാണെന്നുള്ള പ്രശ്നമല്ല, നിങ്ങൾ അഡ്രസ്സ് എവിടെയാണെന്നുള്ള പ്രശ്നമല്ല, നിങ്ങൾക്ക് സെൻറ്റർ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആലപ്പുഴയാണ്, ചെങ്ങന്നൂർ, അല്ലെങ്കിൽ എറണാകുളം, മൂവാറ്റുപുഴ, അങ്കമാലി, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട് എന്നീ എല്ലാ ജില്ലകളിലും, ഇപ്പോൾ കേരളത്തിൽ വരികയാണെങ്കിൽ എല്ലാ ജില്ലകളിലും പരമാവധി സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഇതിലെ 4 സെൻറ്ററുകൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്റർ അലോട്ട് തരികയും ചെയ്യുന്നതാണ്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മോഡലായിട്ട് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡലായിട്ടും, അതുപോലെ തന്നെ ഒന്ന് പേപ്പർ പെൻ എന്നുള്ള സ്വഭാവത്തിൽ OMR പരീക്ഷയായിട്ടും ഹൈബ്രിഡ് മോഡാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതുകൊണ്ട് സെൻറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ സെൻറ്റർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്ററുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇനി കേരളത്തിന് പുറമേ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിദേശത്തൊക്കെയാണ് നോക്കുന്നതെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ് സെൻറ്റർ ഉള്ളത് എന്നുള്ളത് കൂടി പ്രധാനമായിട്ടും നമുക്ക് നോക്കാം. അത് ഫോറിൻ യൂണിവേഴ്സിറ്റി, ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ, പനാമയിലുണ്ട്, ശ്രീലങ്ക കൊളംബോയിലുണ്ട്, ഖത്തറിലാണെങ്കിൽ ദോഹയിലുണ്ട്, UAE ദുബായിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷാർജയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ അബുദാബിയിലും നിങ്ങൾക്ക് സെൻറ്റർ വരുന്നതായിട്ട് കാണാം. സിംഗപ്പൂരുണ്ട്, കുവൈറ്റ് ഉണ്ട്, ക്വാലാലംപൂർ, മലേഷ്യ, നൈജീരിയ, ലാഗോസിലുണ്ട്, ഇന്തോനേഷ്യ ജക്കാർത്തയിലുണ്ട്, ഓസ്ട്രേലിയയിൽ കാൻബറയിലും, അതുപോലെ തന്നെ വിയന്ന, ബ്രസീലിയ, ഒട്ടാവ, ഹോങ്കോങ്, പോർട്ട് ലൂയിസ്, മോസ്കോ, കേപ്പ് ടൗൺ, ബാങ്കോക്ക്, വാഷിംഗ്ടൺ DC, ഹനോയ്, ഓസ്ലോ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അതിന് പ്രത്യേകം അപേക്ഷാ ഫീസാണ്. വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററായി കൊടുക്കുകയാണെങ്കിൽ അതിന് വേറെ തന്നെ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് അപേക്ഷാ സെൻറ്ററുമായി ബന്ധപ്പെട്ട്, എക്സാമിനേഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള സംഗതി. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.